2 ദിവസത്തിലധികം നീണ്ടുനിന്ന തെരച്ചിലിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ അപകടത്തിൽ കാണാതായ ജോയിയെ കണ്ടെത്തി. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ്. 48 മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തകരപ്പറമ്പിലെ കനാലിൻ്റെ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിജിൻ, നേരത്തെ നമ്മൾ തിരഞ്ഞ സ്ഥലത്ത് നിന്ന് ഒഴുകി ഇപ്പുറത്തേക്കെത്തി, അതായത് റെയിൽവേയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്തു നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്, അല്ലേ? അജിംഷാദ്, തീർച്ചയായും. അതായത് 48 മണിക്കൂറിൽ നേരത്തെ പരിശ്രമത്തിന് ഒടുവിലാണ് ജീവൻ ഇല്ലാത്ത ജോയിയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ടണൽ, അതായത് റെയിൽവേ പാളത്തിന് ഇടയിലൂടെയുള്ള ടണൽ ഒഴുകി അപ്പുറത്തേക്ക് എത്തുന്ന കുറച്ച് ഏകദേശം 1/2 കിലോമീറ്റർ മാത്രം അകലെയുള്ള തകരപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് അതിന്റെ ഈ ശ്രീചിത്ര പവർ ഹോമിന് തൊട്ട് പിറകിലായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും അല്പസമയം മുമ്പ് കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്, ഇന്നലെ മുതൽ തന്നെ ഈ സമീപ പ്രദേശങ്ങളിൽ വെള്ളമൊഴുകുന്ന ഭാഗങ്ങളിൽ ഒഴുകിയെത്താൻ സാധ്യതയുള്ള തോടുകളിൽ ഒക്കെ നിരീക്ഷണം ശക്തമാക്കാൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് മേയർ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയും പകലുമെല്ലാം അവർ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ നിരീക്ഷണത്തിന് ഇടയിലാണ് 2 കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ ഈ ശ്രീചിത്ര പവർ ഹോമിന്റെ പിറകിലായി തോടിൽ കമഴ്ന്നു കിടക്കുന്ന തുണികളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ ഉള്ള മൃതദേഹം കണ്ടെത്തിയത്. അതിനുശേഷം അപ്പോൾ തന്നെ കോർപ്പറേഷൻ അധികൃതരെ വിവരമറിയിക്കുകയും അവരുടെ ആംബുലൻസ് തന്നെ എത്തി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പ്രാഥമികമായി ജോയിയുടേതാണ് മൃതദേഹം എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിതുവരെ പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല. ബന്ധുക്കൾ അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിലേക്ക് എത്തും. മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ മൃതദേഹം ഇരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മറ്റ് നടപടികൾ ഒക്കെ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തുന്ന പരിശോധന അത് തുടരാൻ തന്നെയാണ് തീരുമാനം. കാരണം ആദ്യം ഈ ഭാഗത്ത് മൃതദേഹം പൊങ്ങിയെന്ന് കണ്ടത് നമ്മുടെ സ്കൂബ ടീം തന്നെയാണോ കണ്ടെത്തിയത്? അജിംഷാദ്, അല്ല, സ്കൂബ ടീം പരിശോധന നടത്തുന്ന ഭാഗത്തല്ല. നിലവിൽ അത് ടണലിന്റെ ഭാഗങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ആണ് സ്കൂബ ടീമും രക്ഷാദൌത്യ സംഘവും ഒക്കെ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. അത് പുറമെ ഇന്നലെ മുതൽ ശക്തമായ മഴയുണ്ടാകുന്ന ഒരു സാഹചര്യം കാരണം ഈ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾക്കും മറ്റ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെയുള്ളവർക്ക് പരിസര പ്രദേശങ്ങളിൽ വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലങ്ങളിൽ ഈ ടണൽ അവസാനിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് അത് ഒഴുകിയെത്താനുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തമായ നിരീക്ഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ തകരപ്പറമ്പ് ഭാഗത്ത് നടത്തിയ തിരച്ചിലിലാണ് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ തന്നെ ഭാഗമായിട്ടുള്ള തകരപ്പറമ്പിലെ ശ്രീചിത്ര പവർ ഹോമിന് തൊട്ടു പിറകിലുള്ള ഭാഗത്ത് കമഴ്ന്നു കിടന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. കോർപ്പറേഷന്റെ തൊഴിലാളികളാണ് കണ്ടെത്തിയത്, അല്ലേ? ആദ്യം തീർച്ചയായും അത് അല്പസമയം മുമ്പ് അത് ആദ്യമായി കണ്ട ആൾ തന്നെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആ പ്രതികരണം അവിടെ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ മൃതദേഹം ഇവിടെ എത്തിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. അവരുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിനകത്തേക്ക് മാറ്റിയിരിക്കുന്നത്. 9:15 കൂടിയാണ് ഈ ശുചീകരണ തൊഴിലാളികൾ മൃതദേഹം കാണുന്നത്. അതിനുശേഷം ഇവരെ അറിയിക്കുകയും മൃതദേഹം ഈ ആംബുലൻസ് എത്തി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചെയ്തു. ഒപ്പം തന്നെ ബന്ധുക്കളെ, ഈ ജോയിയുടെ ബന്ധുക്കളെ, മാരായമുട്ടത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വിവരമറിയിച്ച് ബന്ധുക്കളെ വിവരമറിയിക്കുകയും അവരെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവരവിടുന്ന് തിരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യം തന്നെയാണ് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ 48 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. നിലവിൽ ഈ ബന്ധുക്കളെത്തി പൂർണ്ണമായും മൃതദേഹം ജോയിയുടെ നിന്ന് സ്ഥിരീകരിക്കും വരെ ഇപ്പോൾ മറ്റ് ദൗത്യ സംഘങ്ങൾ നടത്തുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തുന്ന തിരച്ചിൽ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർ കൂടി ഈ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥരൊക്കെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണുള്ളത്. കളക്ടറും സബ് കളക്ടറും ഒപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രനും ഒക്കെ ഇപ്പോൾ നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഒക്കെ ചേർന്ന് ബന്ധുക്കളുടെ കൂടി സാന്നിധ്യത്തിൽ ഈ മൃതദേഹം ജോയിയുടെ തന്നെ ഉറപ്പിക്കും. കാരണം അത് ഉറപ്പിക്കാൻ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ മൃതദേഹം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. കാരണം മറ്റാരുടെയും മൃതദേഹമൊന്നും ആകാനുള്ള സാധ്യതയില്ല. ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ടണലിന്റെ തൊട്ടടുത്ത് പ്രദേശത്താണ് ഉള്ളത്. ഇന്നലെ മുതൽ പെയ്ത ശക്തമായ മഴയിൽ വെള്ളം കൂടുതലായി ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ രക്ഷാ പ്രവർത്തനത്തിന് തന്നെ ഒരു സഹായമാകുമെന്ന് രക്ഷാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. കാരണം വെള്ളത്തിന്റെ അളവ് കുറയുന്നത് ഈ മാലിന്യം അടിത്തട്ടിലേക്ക് ഇങ്ങനെ താഴത്തേക്ക് വരാനുള്ള കാരണമായി മാറും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ സ്കൂബ ടീമിൽ നിന്നും ആ വഴി കടന്നു ചെന്ന് ഒരു പരിശോധന നടത്താനുള്ള ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നത്. എന്തായാലും മഴ ശക്തമായ സാഹചര്യത്തിൽ ഒഴുകിയെത്താനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ട്
കണ്ടിരുന്നു കോർപ്പറേഷനും അതുപോലെ തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഒക്കെയും. അതുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തിയത്. എന്തായാലും ആ പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ മറ്റേതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത, വെള്ളം ഒഴുക്കുണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്നലെ ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഈ വെള്ളം അതിശക്തമായി, മാലിന്യം പരമാവധി നീക്കിയതിന് ശേഷം വെള്ളം അതിശക്തമായി ഒഴുക്കിയിരുന്നു. ആ ഒഴുക്കിലാകാം ഒരുപക്ഷെ മൃതദേഹം ഇവിടേക്ക് എത്തിയത്, അല്ലേ? അജിംഷാദ്, പല ഘടകങ്ങൾ അതിന് കാരണമായിട്ടുണ്ടാകാം. അങ്ങനെ ഒരു ഈ അവർ ചെയ്തത് ഈ പവർ വാട്ടറിംഗ് നടത്തിയത് അത് ഈ കുഴികൾ ഉണ്ടായിരുന്നു, അതായത് ഈ ടണലിനകത്ത് കുഴികൾ ഉണ്ടായിരുന്ന ഭാഗത്ത് വെള്ളക്കെട്ട് ഉണ്ടാകും. അത് പൂർണ്ണമായും ശക്തിയിൽ പമ്പ് ചെയ്ത് അതിനെ പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള പമ്പിംഗ് രീതിയായിരുന്നു ഇന്നലെ നടത്തിയത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ശക്തമായ മഴ ആരംഭിച്ചു. ആ മഴയിൽ തോട്ടിൽ വെള്ളം കൂടുതലായി ഒഴുകി. അതാണ് ഒരു പ്രധാന കാരണമായി ഒരുപക്ഷെ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ആ മഴയത്തിൽ കൂടുതൽ ശക്തമായി വെള്ളം ഒഴുകുകയും എവിടെയോ ഇതിനിടയിൽ ടണലിനിടയിൽ എവിടെയോ കെട്ടിക്കിടന്ന ജോയിയുടെ മൃതദേഹം ആ ഒഴുക്കിൽ പെടുകയുമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇന്ന് രാവിലെയോ പുലർച്ചെയോ ആയിരിക്കണം അത് ഒഴുകി തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്കും അനുമാനിക്കാൻ കഴിയും. കാരണം ഈ അധിക ദൂരം സഞ്ചരിച്ചിട്ടില്ല മൃതദേഹം എന്നുള്ളത് തന്നെയാണ്. ഈ ടണൽ അവസാനിച്ച് തോട് ആരംഭിക്കുന്ന ഭാഗത്തു നിന്ന് കുറച്ച് മാത്രം, ഏകദേശം 1/2 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിരുന്നു മൃതദേഹം ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അധിക ദൂരത്തിലേക്ക് സഞ്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പുലർച്ചയോടെയൊക്കെ ആയിരിക്കണം ഏതെങ്കിലും ഭാഗത്ത് ടണലിൽ തടഞ്ഞു കിടന്ന മൃതദേഹം അത് ഒഴുകി മറ്റൊരു പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്ന ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഗൗരവമായി തുടക്കത്തിൽ റെയിൽവേ നൽകിയ ഒരു തെറ്റായ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, വിജിൻ, ഓർക്കുന്നുണ്ടല്ലോ? അതായത് ഈ റെയിൽവേയുടെ ഭാഗം കഴിയുന്ന ആമയിഴഞ്ചാൻ തോട്ടിൻ്റെ ഭാഗത്ത് ഒരു മെറ്റൽ ഷീൽഡ്, അതായത് ഒരു മെറ്റൽ നെറ്റുണ്ട് എന്ന് റെയിൽവേ ഉറപ്പിച്ച് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിസരങ്ങളിലൊക്കെ, അതായത് ആ മെറ്റൽ നെറ്റിന് മുമ്പുള്ള ഘട്ടങ്ങളിലൊക്കെ പരിശോധിച്ചത്. അവിടെ പക്ഷേ നമ്മുടെ സ്കൂബ ഡൈവേഴ്സ് എത്തുന്ന സമയത്ത് ആ നെറ്റ് തകർന്ന് നിലയിലായിരുന്നു. സ്വാഭാവികമായും അതുവഴി ആകാം ഒഴുകി പുറത്തേക്ക് പോയത് ഈ മൃതദേഹം. അത് റെയിൽവേ നൽകിയ ഒരു തെറ്റായ ഇൻഫർമേഷൻ കൂടി അതിനകത്തുണ്ട് തുടക്കത്തിൽ. തീർച്ചയായും അത് അത്തരത്തിൽ പറയേണ്ട വരുന്നത്, അതായത് ഏകദേശം 10 വർഷത്തോളം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നടന്ന ശുചീകരണം മാത്രമേ അതിനകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇതുവരെ റെയിൽവേ യാതൊരു തരത്തിലുള്ള ഈ ഓട ക്ലീൻ ചെയ്യുന്നതോ അതുപോലെ തന്നെ ടണലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള തർക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 10 വർഷമായി ഇങ്ങനെ കുടുങ്ങിക്കിടന്ന മാലിന്യങ്ങൾ, അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, ഖരമാലിന്യങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. അത് കൊണ്ട് തന്നെ അത് കെട്ടിക്കിടന്നത് കാരണം ഇത്തരത്തിൽ ഈ ഭാഗത്ത് വെച്ച കമ്പിവേലികളെല്ലാം ദ്രവിച്ചു എന്നാണ് സ്കൂബ ടീം പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കമ്പിവേലി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഈ ദ്രവിച്ചു പോയത് കാരണമാണ് ഇപ്പോൾ ഈ അതിലൂടെ ഒഴുകി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ അതിലൂടെ ഒഴുകി പുറത്തെത്തിയാലും ഈ തകരപ്പറമ്പ് ഭാഗത്ത് ഒരു താൽക്കാലികമായ തടയണ കെട്ടിയിരുന്നു കോർപ്പറേഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ മൃതദേഹം അടിഞ്ഞു നിന്നത്. അതുകൊണ്ടാണ് കിട്ടിയതും, അല്ലേ? അജിംഷാദ്, തീർച്ചയായും തകരപ്പറമ്പ് ഭാഗത്തും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ വെള്ളം ശക്തമായി വരുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു ദൂരത്തേക്ക് ഒഴുകി പോകാതിരിക്കാൻ അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. പക്ഷേ ആ പ്രദേശത്തേക്കൊന്നും മൃതദേഹം എത്തിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പുലർച്ചെ ആയിരിക്കണം ഇത് ഒഴുകി തുടങ്ങിയത് എന്നുള്ളത് അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നുള്ളത്. കാരണം അത്ര ദൂരത്തേക്ക് സഞ്ചരിച്ചിട്ടില്ല മൃതദേഹം. അത് ഏകദേശം 1/2 കിലോമീറ്റർ മാത്രം ദൂരം ഈ ടണൽ അവസാനിക്കുന്ന ഭാഗത്തു നിന്ന് തോടിന്റെ. അപ്പോൾ ഈ ടണൽ ഇന്നലെ രക്ഷാപ്രവർത്തകർക്ക് ഫയർഫോഴ്സിന് അവിടേക്ക് എത്താനായില്ല. ടണലിൻ്റെ ഒരു 30 മീറ്ററിൽ കുറവുള്ള കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു. അവിടെ റെയിൽവേയുടെ മാലിന്യമൊക്കെ ഘനീഭവിച്ചിരുന്നത് കാരണം അങ്ങോട്ടേക്ക് കയറാനായില്ല. അവിടെയാകും മൃതദേഹം ഉണ്ടാവുക എന്ന് ഫയർഫോഴ്സ് സംഘം പറയുകയും ചെയ്തിരുന്നു. അവിടെ തന്നെ ആയിരിക്കും മൃതദേഹം ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ആയിരിക്കും ഒഴുകി പുറത്തേക്ക് എത്തിയത്, അല്ലേ? കാരണം അത്ര ദൂരം പോയിട്ടില്ലല്ലോ. അജിംഷാദ്, തീർച്ചയായും അങ്ങനെയുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. കാരണം ഈ സ്കൂബ ഡൈവേഴ്സ് പല മേഖലകളിലും, അതായത് 5ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗം മുതൽ 1ാമത്തെ ഈ തുരങ്കം, അതായത് ടണൽ ആരംഭിക്കുന്ന ഭാഗം വരെ എല്ലാ ഭാഗത്തും പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ അത്ര വിപുലമായ രീതിയിൽ പരിശോധന നടത്താനുള്ള സാഹചര്യമല്ല. അതാണ് ഈ മാലിന്യം കുടുങ്ങിക്കിടന്നത് കാരണമുള്ള ഒരു പ്രതിസന്ധിയായി നിലനിന്നിരുന്നത്. എല്ലാ ഭാഗത്തും ഇരുട്ട് കാരണം അവർക്ക് തപ്പിയിറങ്ങാനോ നേരിട്ട് കണ്ട് പരിശോധന നടത്താനോ ഒന്നും കഴിയുന്നില്ലെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാ ഭാഗവും അവർ കവർ ചെയ്യാൻ പറ്റി. ആദ്യഘട്ടം മുതൽ അവസാന ഭാഗം വരെ കവർ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലൊന്നും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനൊരു പ്രധാന കാരണം ഈ മാലിന്യങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും മൃതദേഹം കുടുങ്ങിക്കിടന്നിട്ടുണ്ടാകാം. അത് ഇന്നലെ മുതൽ പെയ്ത ശക്തമായ മഴയിൽ ഒഴുക്കിൽപ്പെട്ട് വരികയായിരുന്നു. അതാണ് സംഭവം.
തീർച്ചയായും ജോയിയുടെ മൃതദേഹം കിട്ടി. എന്തായാലും ഈ ഇനിയുള്ള പരിശോധന വിജിൻ DNA അടക്കമുള്ളവ പരിശോധിക്കുമായിരിക്കും തിരിച്ചറിയാൻ, അതോ ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞാൽ പിന്നീട് മറ്റു പരിശോധനകൾ ആവശ്യമില്ലല്ലോ? ബന്ധുക്കൾ എവിടെ എത്തിച്ചിട്ടുണ്ടോ? അതായത് നിലവിൽ ഇപ്പോൾ ഏകദേശം ജോയിയുടേതാണ് മൃതദേഹം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊരു മൃതദേഹവും മറ്റൊരാളുടെ മൃതദേഹമോ ഒന്നും ആ സ്ഥലത്തേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയില്ല. 2 ദിവസം എങ്കിലും പഴക്കമുള്ള രീതിയിൽ ഈ വീർത്ത നിലയിലാണ് മൃതദേഹം ഉള്ളത്. പൂർണ്ണമായും വെള്ളം നനഞ്ഞ് കുതിർന്ന് വീർത്തിരിക്കുന്ന നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ പഴക്കം മൃതദേഹത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതും ഒപ്പം തന്നെ ഈ ടണൽ അവസാനിച്ച് പുറത്തേക്ക് വരുന്ന തോടിൽ തന്നെ ആയതുകൊണ്ട് അതിൽ മറ്റൊരു തരത്തിലുള്ള ഒരു അനുമാനത്തിലേക്കൊന്നും പോകേണ്ട ഘട്ടമല്ല ഇത്. എന്തായാലും ബന്ധുക്കളെത്തി സ്ഥിരീകരിക്കുന്നതോടുകൂടി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളവർ നടത്തും, മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തും. നിലവിൽ ബന്ധുക്കൾ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ആ കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് ജോയിയുടെ തന്നെ മൃതദേഹം എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവും. നിലവിൽ ജോയിയുടെ മൃതദേഹം ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്, ജനങ്ങളെ അറിയിക്കാൻ കഴിയുന്നതും അത് തന്നെയാണ്. കാരണം അതിന്റെ ഈ പ്രദേശത്തിന്റെ ആ തോടൊഴുകുന്ന ഭാഗത്തിന്റെ ഒക്കെ അവസ്ഥ മനസ്സിലാക്കിയാൽ, ആ വഴിയൊക്കെ മനസ്സിലാക്കിയാൽ കൃത്യമായും അത് ഈ ജോയിയുടെ മൃതദേഹം ഒഴുകിയെത്തിയതാണ്. അത് ഒരുപക്ഷെ ഇന്ന് പുലർച്ചയോടുകൂടി ആയിരിക്കും ഒഴുകിയെത്തിയിട്ടുണ്ടാകുക എന്ന് അനുമാനിക്കാൻ കഴിയും. അക്കാര്യമാണ് നമ്മൾ നേരത്തെയും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അത്ര ദൂരം മാത്രമാണ് മൃതദേഹം സഞ്ചരിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. 2 ദിവസത്തെങ്കിലും പഴക്കമുള്ള രീതിയിൽ ശരീരം വെള്ളം നിറഞ്ഞ് വീർത്തിരിക്കുന്ന നിലയിൽ. തീർച്ചയായും ആദ്യം ഈ മൃതദേഹം കണ്ട ദൃക്സാക്ഷിയുടെ വാക്കുകളൊന്ന് കേൾക്കാം വിജിൻ. ഞാൻ തിരിച്ചെത്താം ആ ദൃക്സാക്ഷിയുടെ വാക്കുകളിലേക്ക്. ജയിച്ചില്ല നിർദ്ദേശമുണ്ട് അതിങ്ങനെ ഒന്ന് നോക്കുക. അങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു സംശയമായിരുന്നു, കഴിച്ച് വേറെ വേസ്റ്റല്ലോ എന്ന്. അങ്ങനെ തുണി കിടക്കുകയായിരുന്നു. ആ തുണി ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ ഇത് നമ്മൾ കണ്ട്. ഞങ്ങൾ സാറിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം നോക്കണം. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇറങ്ങി വന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കി വന്നപ്പോൾ ലാസ്റ്റിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയായിരുന്നു, തുണി മൂടി ഇങ്ങനെ കിടക്കുകയായിരുന്നു വെള്ളത്തിൽ. മേയർ ആര്യ രാജേന്ദ്രൻ്റെ വാക്കുകളിലേക്ക് കൂടി. ഔദ്യോഗികമായി നമുക്ക് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണല്ലോ, ഒരു ഐഡൻറ്റിഫിക്കേഷൻ അടക്കം നടത്തണം. ഇത് ബോഡി എനിക്ക് തോന്നുന്നത് കണ്ട നമ്മുടെ നഗരസഭയുടെ ജീവനക്കാരാണ്. അത് ഇന്നലെ തന്നെ നമ്മൾ മഴ ശക്തമായി തുടരുന്ന സമയത്ത് ഒരു ഒബ്സർവേഷൻ ടീമിനെ ഇട്ടിരുന്നു എന്ന് ഞാൻ രാത്രി പറഞ്ഞു. നഗരസഭാ പരിധിയിലൂടെ ഈ തോടുകൾ കടന്നു പോകുന്ന എല്ലാ വാർഡുകളിലും നഗരസഭാ ജീവനക്കാർക്ക്, നമ്മുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്ക് നമ്മളൊരു അലർട്ട് കൊടുത്തിരുന്നു. കാരണം കണ്ടിജൻറ്റ് സ്റ്റാഫുകൾ എപ്പോഴും അവിടെ ഇടപെടുന്നവരാണല്ലോ. അപ്പോൾ HIമാർ JHIമാർ കണ്ടിജൻറ്റ് സ്റ്റാഫുകളോട് നമ്മളൊരു ഡയറക്ഷൻ കൊടുത്തിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. നഗരസഭയുടെ കണ്ടിജൻറ്റ് സ്റ്റാഫ് 2 പേരാണ് ഒരുമിച്ച് അത് കാണുന്നത്, അവരുടെ പരിശോധനയിലാണ് അത് കാണുന്നത്. അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ആളുകളെ, കളക്ടറെയും അതുപോലെ തന്നെ സബ് കളക്ടറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാവരെയും അവർ അറിയിക്കുകയും തുടർന്ന് നമ്മുടെ നഗരസഭയും എല്ലാവരും അവിടെ ചെന്നുകൊണ്ടാണ് ഇത് കണ്ടെത്തിയത്. തീർച്ചയായും മേയറുടെ വാക്കുകളും വ്യക്തമാക്കുന്നത് കോർപ്പറേഷൻ്റെ തെരച്ചിൽ ആണ് ഏറ്റവും ഒടുവിൽ മൃതദേഹം കണ്ടെത്തുന്നതിന് സഹായമായത്. വിജിനിലേക്ക് തന്നെ വന്നാൽ, വിജിൻ, അങ്ങനെ ഈ പ്രദേശത്ത് മാത്രമായി തെരച്ചിൽ ഒതുക്കിയില്ല. അതാണ് കോർപ്പറേഷനും സംസ്ഥാന ഫയർഫോഴ്സും ഒക്കെ അവിടെ ശ്ലാഘനീയമായ ഇടപെടലുകൾ നടത്തിയത് അവിടെയാണ്. ഈ പ്രദേശത്ത് മാത്രമായി തെരച്ചിൽ ഒതുക്കിയില്ല, സമീപ പ്രദേശങ്ങളിലും കൂടി തെരച്ചിൽ വ്യാപിപ്പിച്ചു. അതുമാത്രമല്ല, ശക്തമായി ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പുറത്ത് തടയണകളും നിർമ്മിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ഏതെങ്കിലും കനമുള്ള സാധനങ്ങൾ എത്തിയാൽ അവിടെ തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവം കൂടിയുണ്ട്. സ്വാഭാവികമായും ഇതൊക്കെയാണ് ഈ മൃതദേഹം ഇങ്ങനെ ലഭിക്കാൻ സാധ്യമാക്കിയത്. ആ ദൃക്സാക്ഷി പറഞ്ഞു കാര്യങ്ങൾ. അജിം സാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ ഈ ജോയിയുടെ മൃതദേഹമോ ജീവനോടെയോ പുറത്തെവിടെയെങ്കിലും ഒഴുകിയെത്താനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കണ്ട് അത്തരത്തിലുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. അതെല്ലാം കൂടി ചേർത്താണ് ഈ പരിശോധന വ്യാപകമാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും അതിനിടയിലാണ് ഇന്നലത്തെ ശക്തമായ മഴയിൽ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുകയും അതിനുശേഷം മൃതദേഹം ഈ മാലിന്യങ്ങൾക്ക് ഒപ്പം പുറത്തേക്ക് എത്തുകയും ചെയ്തത് എന്നുള്ളതാണ് കാണേണ്ട കാര്യം. അത്തരത്തിലുള്ളൊരു അനുമാനത്തിലേക്ക് തന്നെയാണ് കോർപ്പറേഷനൊക്കെ എത്തിയിട്ടുള്ളത്. എന്തായാലും ബന്ധുക്കൾ അല്പസമയത്തിനകം എത്തുന്നതോടുകൂടി ആയിരിക്കും ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം
കോർപ്പറേഷനും അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടാവുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോയിയുടേത് ആണ് മൃതദേഹം എന്ന കാര്യം ഉറപ്പിക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയായിരുന്നു മൃതദേഹം കണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ആ ഭാഗത്തെ ഒരു പ്രത്യേകതയും. അതായത് ടണൽ അവസാനിച്ച് മറുഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് തന്നെ 1/2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഭാഗത്താണ് മൃതദേഹം കണ്ടത് എന്നുള്ളത് കൊണ്ട് ജോയിയുടെ മൃതദേഹം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം ബന്ധുക്കൾ എത്തും. മാരായമുട്ടം സ്വദേശിയാണ് ജോയി. അതുകൊണ്ട് തന്നെ മാരായമുട്ടം പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൾപ്പെടെ വിവരമറിയിക്കുകയും അതിനുശേഷം അവർ ഇങ്ങോട്ട് വരികയും ചെയ്യും. ആദ്യഘട്ടത്തിൽ 9:15 മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ബന്ധുക്കളെ വിവരമറിയിക്കുകയും ഒപ്പം തന്നെ കോർപ്പറേഷൻ ജീവനക്കാർ ഈ കോർപ്പറേഷൻ അധികൃതരെ വിവരമറിയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ കോർപ്പറേഷന്റെ ആംബുലൻസ് അവിടെ എത്തുകയും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്ത ശേഷം ഒപ്പം പെട്ടെന്ന് തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു. അങ്ങനെ ആണ് ഇവിടെ ഇപ്പോൾ എത്തിയത്. ആ സമയത്തേക്കും കോർപ്പറേഷൻ മേയറും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ അതുപോലെ തന്നെ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഈ ഇവിടെ എത്തിയിരുന്നു. അവർ കൂടി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഒക്കെ നടത്തേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ആ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. ഒരു അരമണിക്കൂറിനകം തന്നെ അതുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാരാമട്ടം സ്വദേശികൾ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടെ എത്താനുള്ള ഒരു സമയമെടുക്കും. ആ സമയം മാത്രമായിരിക്കും ഇനി ജോയിയുടേതാണ് മൃതദേഹം എന്ന് ഔദ്യോഗികമായി ഉറപ്പിക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൃതദേഹം പൂർണ്ണമായും വീർത്ത നിലയിലായിരുന്നു. നിറഞ്ഞ് 2 ദിവസമായി 48 മണിക്കൂർ നേരമായി ഈ മൃതദേഹമോ അല്ലെ ജോയിയോ മരണം എപ്പോഴാണ് നടന്നത് എന്ന കാര്യത്തിലൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. എന്തായാലും ജോയി ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. എന്തായാലും ജോയി ഈ ടണലിനകത്ത് കുടുങ്ങിക്കിടന്നത് ഏകദേശം 48 മണിക്കൂർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസം 11:30 ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനിടെ മൃതദേഹം ഈ വെള്ളത്തിലേക്ക് പോയത്, ആ മാലിന്യത്തിലേക്ക് ഇറങ്ങിപ്പോയത്, ജോയി അതിനകത്തേക്ക് ഇറങ്ങിപ്പോയത്. അതിനുശേഷമാണ് തുടർച്ചയായ പരിശോധനകൾ ഒക്കെ നടത്തിയിട്ടും മൃതദേഹം കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ഇന്ന് ഇപ്പോൾ ഈ തകരപ്പറമ്പിലെ ശ്രീചിത്ര പ്രൂവർ ഹോമിൻ്റെ തൊട്ട് പിറകിലായി മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ശരി വിജിൻ.